പുലികൾ വിളിച്ചാൽ മുഴുവൻ പുള്ളികളിട്ട് വരുന്നവനെ, മൊയില് വിളിച്ചാൽ ചെവി നീട്ടി മുന്നിൽ വന്നു ചിരിപ്പവനെ. പറയൂ, എന്തിനാ വിളിച്ചത്? ആയ്, എത്തപ്പൻ അല്ല മുത്തപ്പൻ എത്തി. എനിക്ക് നാളെ പരീക്ഷ, അതൊന്ന് എളുപ്പമാക്കി തരണം. നീ നന്നായി പഠിച്ചിട്ടുണ്ടോ? അത് ഇല്ല. പിന്നെങ്ങനെ പരീക്ഷ എളുപ്പമാകും? കാട്ടുമുത്തപ്പനോട് പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് എന്റെ അമ്മ പറഞ്ഞല്ലോ. ഒന്നും നടക്കില്ലല്ലേ? അതല്ല, ഈ കാട്ടുമുത്തപ്പന് ഒരു കഴിവുമില്ല. നീയൊരു കാര്യം മനസ്സിലാക്കണം. പരീക്ഷ നടത്തിലല്ല കാട്ടുമുത്തപ്പന്റെ ജോലി. ഇതൊന്നും പറ്റില്ലെങ്കിൽ എന്തിനാ കാട്ടുമുത്തപ്പനെ ഞെളിഞ്ഞു നടക്കുന്നത്? മുയൽ വേഷം കെട്ടി ആ പയ്യന്റെ മുമ്പിൽ ചെന്നപ്പോഴേ ഞാൻ അപകടം മണത്തതാ. അവന് പരീക്ഷ എളുപ്പമാക്കണമെന്ന്. ഞാൻ എന്തു ചെയ്യാനാ? സൂത്ര, താനൊരു വഴി പറ. ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കുക. മോഷണമോ? കാട്ടുമുത്തപ്പന്റെ ഇമേജ് സേഫ് ആക്കി നിർത്താൻ വേറെ വഴിയില്ല. ഇപ്പൊ ചെന്നാൽ കരടി മാഷ് ഉറക്കമായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഷടപടേന്ന് പകർത്തുക, തിരിച്ചു കൊണ്ടുവയ്ക്കുക. അത് വേണോ? വേണം. വേഗം ചെല്ല്. മാഷ് 1 മണിക്കൂറായി ഉറങ്ങൂ. ഇത് പകർത്തിയിട്ട് പയ്യന് കൊടുക്കാം. വരാൻ പോകുന്ന ചോദ്യം മുൻകൂട്ടി അറിയാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് വിചാരിച്ചോളൂ. ചേടോ, ഇത് വായിക്കാൻ പറ്റുന്നില്ലല്ലോ. കൈയക്ഷരം മഹാബോറ. എന്തോ സൂത്രോ? ശരി, ഈ കൈയക്ഷരം വായിക്കാൻ പറ്റുന്നില്ല. വായിക്കാൻ അർജന്റായി ഒരാളെ കിട്ടണം. ആളുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. സൂത്ര, ആളെ വിളിച്ച് വായിപ്പിക്കുന്നതൊക്കെ റിസ്ക് അല്ലേ? വേറെ ആരോടും പറയരുതെന്ന് പറയാം. കരടി മാഷോ, ഏത് കൈയക്ഷരവും വായിക്കും. ഈ പേപ്പർ. അമ്മേ, ഞങ്ങൾ കുളത്തിലേക്ക് പോവുകയാ. ശരിയുമുണ്ട്. ശരി. സൂത്രന്റെ അമ്മേ, ഞങ്ങൾ കുളത്തിലേക്ക് പോവുകയാ. സൂത്രനുമുണ്ട്. ശരി ശരി. സൂത്രന്റെ അമ്മേ, കുട്ടികൾ എങ്ങോട്ട് പോയതാ? കുളത്തിലേക്ക്. കാലും മുഖവും കഴുകാനാകും. കുട്ടികളെ കുളത്തിൽ ഒറ്റയ്ക്ക് വിടുന്നത് സൂക്ഷിച്ചു വേണം. കഴിഞ്ഞ ആഴ്ച ഒരു ചെന്നായ്ക്കുട്ടി കുളത്തിൽ വീണു. അയ്യോ, വേഗം അവരെ വിളിക്കാം. സൂത്ര, ശരിയോ, ഇങ്ങോട്ട് വാ. കുളത്തിൽ പോകണ്ട, വെള്ളം ഇവിടെയുണ്ട്. കുട്ടികൾ ഒറ്റയ്ക്ക് പോയാൽ കുളത്തിൽ വീഴും. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കുളത്തിൽ പോയത് എന്തിനായാലും ഈ വെള്ളത്തിൽ ചെയ്താൽ മതി. പക്ഷേ വെള്ളം അധികം ചെലവാക്കരുത്. ബ്ലക് ബ്ലക് ബ്ലൂം ബ്ലൂ. സൂത്ര, നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത്? കുളത്തിൽ പോയി കാര്യം ചെയ്യുകയാ. കരയിൽ നിന്ന് കുളത്തിലേക്ക് കല്ലെറിയാനാ ഞങ്ങൾ പോയത്. ബ്ലക് ബ്ലൂ. അയ്യോ, തീ. സൂത്ര, പുല്ലു നന്നായി വളരാനാണോ നനയ്ക്കുന്നത്? മണ്ടച്ചേരി, തീ കെടുത്തിയതാടോ. അയ്യോ, തീയോ? കൃത്യസമയത്ത് കണ്ടതുകൊണ്ട് കെടുത്താൻ പറ്റി. ചൂട് കൂടി വരികയാ. ഇനിയും തീപിടുത്തത്തിന് സാധ്യതയുണ്ട്. ഐഡിയ, തീ പെട്ടെന്ന് കെടുത്താൻ പരിശീലനം കൊടുത്താലോ? താൻ പോയി കുറച്ചു പേരെ വിളിച്ചോണ്ട് വാ. തീ പെട്ടെന്ന് കെടുത്താനാണ് പഠിക്കേണ്ടത്. ഒരുമിച്ച് വർക്ക് ചെയ്താൽ പെട്ടെന്ന് കെടുത്താം. കെടുത്തുന്നതിന് മുമ്പ് തീ കൃത്യസമയത്ത് കാണണം. തീ കെടുത്താനുള്ള ജോലികൾ വീതിച്ചെടുത്ത് ചെയ്യാം. ഒരാൾ വെള്ളം കൊണ്ടുവരുന്നു, രണ്ടാമൻ ഈ പുല്ല് കത്തിക്കുന്നു, മൂന്നാമൻ വെള്ളം ഒഴിച്ച് കെടുത്തുന്നു. അപ്പോ കൃത്യസമയത്ത് കാണുന്ന ജോലി ആര് ചെയ്യും? വെള്ളം കൊണ്ടുവരുന്നവൻ നടന്നാൽ പോരാ, ഓട്ടി വരണം. രണ്ടാമൻ ഈ പുൽക്കൂന കത്തിക്ക്, കിർക്രേ. മൂന്നാമൻ വെള്ളം വാങ്ങി ഒഴുക്കി, സ്പീഡ് വേണം. പ്ലീസ്. ഇനി വേറെ പുല്ല് കത്തിക്കാം. എന്നിട്ട് മൂന്നാമൻ വെള്ളം കൊണ്ടുവാ. മാറി മാറി ചെയ്താലേ എല്ലാവരും പഠിക്കൂ. പ്ലീസ്. പുല്ല് മാറ്റി ഒരു തവണ കൂടി ചെയ്തോ? ശരി, താൻ നോക്കണം. സൂത്ര, വെള്ളം കൊണ്ടുവരുന്നവന് പോകാറായെന്ന്.
ജോലി തീർത്തിട്ട് പോയിക്കോട്ടെ. പറ്റില്ല, ജോലി തീർത്തിട്ട് പോയാ മതി. തീർക്കാതെ തന്നെ വിടുന്ന പ്രശ്നമില്ല. എന്താ ഇവിടെ പ്രശ്നം? വെള്ളം കൊണ്ടുവന്നവൻ നേരത്തെ പോയി, പുല്ല് കത്തിക്കൊണ്ടവൻ ജോലി തീർത്തിട്ടില്ല. തീ കെടുത്തുന്നവനെ കാണാനില്ലല്ലോ. അവൻ പുല്ലിൽ വെള്ളമൊഴിച്ച് നേരത്തെ പണി തീർത്ത സ്ഥലം വിട്ടു. കിർ ക്രേ. ചേ, ഈ പുല്ലെന്താ കത്താത്തത്?